ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് മലയാള സിനിമാ പ്രേക്ഷകർ എപ്പോഴും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കോംബോയാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ദൃശ്യം മലയാളത്തിലെ വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു. പിന്നാലെ ഇറങ്ങിയ ഇതിൻ്റെ രണ്ടാം ഭാഗത്തിനും വലിയ സ്വീകാര്യത ലഭിച്ചു. ദൃശ്യം മൂന്നാം ഭാഗം വേണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. അനുകൂലമായ പ്രതികരണമാണ് ഇതിനോട് ഇരുവരും നൽകിയിരുന്നതും. ഇപ്പോഴത്തെ ഹിറ്റ് ജോഡികളായ മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു ചിത്രം വരുന്നുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതും അനൗൺസ് ചെയ്തിട്ട് 4 വർഷത്തിലേറെ മുടങ്ങിപ്പോയ ചിത്രമാണ് വീണ്ടും പൊടിതട്ടിയെടുക്കുന്നത്. റാം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് അണിയറ പ്രവർത്തകർ. 2019 ചിത്രം അനൗൺസ് ചെയ്തത്. ചിത്രത്തിന്റെ പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ സ്വീകരിച്ചത്. എന്നാൽ നിർഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ചിത്രത്തെ കാത്തിരുന്നത്. 2020 ഷൂട്ടിംഗ് ആരംഭിച്ചതിനു പിന്നാലെ കോവിഡ് എത്തി. തുടർന്ന് ഷൂട്ടിംഗ് നിർത്തിവെച്ചു. ലോക്ക്ഡൌണിന് ശേഷം ചിത്രത്തിന്റെ ഷൂട്ട് വീണ്ടും പുനരാരംഭിച്ചു. ചിത്രീകരണം പകുതിയിലധികം തീർന്നപ്പോഴാണ് അടുത്ത പ്രശ്നം നിർമ്മാതാവിന്റെ സാമ്പത്തിക ബാധ്യത. തുടർന്ന് ഷൂട്ടിംഗ് മുടങ്ങി. പിന്നീട് ചിത്രം ഉപേക്ഷിച്ചതായുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. ഈ വർഷം നവംബറോടെ ഷൂട്ടിംഗ് തീർക്കാനാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. അടുത്ത വർഷം ചിത്രം തിയേറ്ററിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്ക് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. റാമിലെ നായിക തൃഷയാണ്. ഹേ ജൂഡ് എന്ന ചിത്രത്തിന് ശേഷം തൃഷ അഭിനയിക്കുന്ന മലയാള ചിത്രമാണിത്. ഇന്ദ്രജിത്ത്, സുരേഷ് മേനോൻ, സിദ്ദിഖ്, ദുർഗ കൃഷ്ണ എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ. 6ഓളം രാജ്യങ്ങളിലായി ചിത്രീകരിക്കുന്ന സിനിമ വൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത്. അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.